ഒന്ന് ചിന്തിച്ചു നോക്കൂ, മാസം 30,000-ഓ 50,000-ഓ രൂപ ശമ്പളത്തിൽ നിങ്ങൾ ജീവിക്കുകയാണോ, അതോ നിങ്ങളെ തന്നെ വിൽക്കുകയാണോ? നന്നായി പഠിക്കാനും ഒരു ജോലി നേടാനും EMI അടയ്ക്കാനും ഒടുവിൽ 65-ാമത്തെ വയസ്സിൽ അല്പം സ്വാതന്ത്ര്യം അനുഭവിക്കാനും ഒരു സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ നിങ്ങളുടെ സ്വപ്നം അത്ര ചെറുതായിരുന്നോ? ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ജനിച്ചത്? ഈ വീഡിയോയിൽ നിങ്ങൾ ആ ഫാസ്റ്റ് ലൈനിനെക്കുറിച്ച് അറിയാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് പണമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വേഗതയാണ് നൽകുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷമല്ല, മറിച്ച് അടുത്ത 4 വർഷത്തിനുള്ളിൽ നിങ്ങളെ കോടീശ്വരനാക്കാൻ കഴിയുന്ന ഒരു പാത. എന്നാൽ ഓർക്കുക, ഇതത്ര എളുപ്പമല്ല. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതുമല്ല. തന്റെ നിലവിലെ അവസ്ഥ മാറ്റാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വഴി. പ്രൊമോഷനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഓരോ വർഷവും കടന്നുപോകുന്നു. EMI അടച്ചു തീർക്കുന്നതിൽ ഓരോ മാസവും തീരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഒരു ദിവസം ജീവിതവും അവസാനിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ആ യൂറോപ്പ് ട്രിപ്പ്, ആ സ്വന്തം ബിസിനസ്, ജനലിലൂടെ സൂര്യപ്രകാശം ഒഴുകിയെത്തുന്ന ആ മനോഹരമായ വീട്, ഇതൊക്കെ വെറും ഇൻസ്റ്റാഗ്രാം റീൽസുകൾക്ക് വേണ്ടി മാത്രമായിരുന്നോ? വളരെ കുറച്ചുപേർ മാത്രം തെരഞ്ഞെടുക്കുന്ന ആ പാതയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ വഴി തെരഞ്ഞെടുക്കുന്നവരാണ് അതിവേഗം സമ്പന്നരാകുന്നത്. പണം പതുക്കെ വരൂ എന്നോ അല്ലെങ്കിൽ 65 വയസ്സുവരെ കാത്തിരിക്കണം എന്നോ ഉള്ള ആ വലിയ നുണ പൊളിച്ചെറിയാനുള്ള സമയമാണിത്. നിങ്ങളുടെ ഉള്ളിൽ ആ തീ ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത 4 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാം എന്നതാണ് സത്യം. നിങ്ങളുടെ സ്വപ്നം 65-ാം വയസ്സിൽ ഒരു കോടീശ്വരനാകുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ കോടീശ്വരനാകുക എന്നതാണെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറിയേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 1. വലിയ വഞ്ചന. ദിവസവും 9 മണിക്കൂർ ജോലി ചെയ്തിട്ടും മാസാവസാനം നിങ്ങൾക്ക് കടം ചോദിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, സമ്പന്നർ ജയിക്കുകയും ദരിദ്രർ തോൽക്കുകയും ചെയ്യുന്ന ആ ഗെയിമായിരിക്കാം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രചയിതാവ് MJ ഡെമാർക്കോ പറയുന്നത്, ഈ ലോകം നമ്മെ ഒരു വലിയ നുണ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. എന്താണ് നുണ? പഠിക്കുക, ജോലി നേടുക, EMI അടയ്ക്കുക, 65-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുക, അതിനുശേഷം ജീവിക്കുക. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: നിങ്ങൾക്ക് റിട്ടയർമെന്റിന് ശേഷം ജീവിക്കണോ, അതോ നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ ജീവിക്കണോ? ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ നുണ ഇതാണ്: ഇപ്പോൾ ജീവിക്കരുത്, പിന്നീട് ജീവിക്കാം. അതായത് നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ. ഇതിനെയാണോ നിങ്ങൾ ജീവിതം എന്ന് വിളിക്കുന്നത്? ഡെമാർക്കോ ഈ സിസ്റ്റത്തെ മുഴുവനായും വിളിക്കുന്നത് സ്ലോ ലൈൻ എന്നാണ്. സുരക്ഷിതമെന്ന് തോന്നുന്ന, എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിങ്ങളെ പതുക്കെ നശിപ്പിക്കുന്ന ഒരു പാത. റിയൽ ലൈഫ് ഉദാഹരണം: നിങ്ങളുടെ അച്ഛന്റെയോ അമ്മാവന്റെയോ മുഖം ഒന്ന് ഓർത്തുനോക്കൂ. അവർ 30-35 വർഷം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ജോലി ചെയ്തു. ഇപ്പോൾ അവർ റിട്ടയർ ചെയ്തു. അവർക്ക് PF ഉണ്ട്, കുറച്ച് സമ്പാദ്യവുമുണ്ട്. പക്ഷേ ശരീരം തളർന്നു, നടക്കാൻ ബുദ്ധിമുട്ടായി, സ്വപ്നങ്ങൾ മങ്ങിപ്പോയി, ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞു, ജീവിക്കാനുള്ള ആവേശം എവിടെയോ കുഴിച്ചുമൂടപ്പെട്ടു. അങ്ങനെ ജീവിതം കടന്നുപോയി. ഓർക്കുക, ഇതൊരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് വൈകി ലഭിക്കുന്ന ഒരു ശിക്ഷയാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ വച്ച് കളിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്പത്തിന്റെ കളിയിൽ ജയിക്കാൻ കഴിയില്ല എന്ന് ഡെമാർക്കോ പറയുന്നു. അതായത് മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗെയിമിൽ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ജയിക്കാനാവില്ല. സ്ലോ ലൈൻ പാതയിൽ സമയത്തിന് പകരമായാണ് പണം സമ്പാദിക്കുന്നത്. ഇവിടെ പുരോഗതിയുണ്ടാകാൻ വർഷങ്ങളെടുക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യം വെറുമൊരു മിഥ്യയായി തുടരും. ഈ പാത സുരക്ഷിതമാണെന്ന് തോന്നാം, എന്നാൽ സത്യത്തിൽ ഇതൊരു സ്ലോ പോയിസണാണ്. ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ് എന്താണ് പറയുന്നത്? ഫാസ്റ്റ് ലൈൻ പറയുന്നു, ഒരു സിസ്റ്റം ഉണ്ടാക്കുക, നിങ്ങൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമാകാതിരിക്കുക. സമയത്തെ ആശ്രയിക്കാത്ത ഒരു വരുമാന സ്രോതസ് സൃഷ്ടിക്കുക. നിങ്ങളുടെ സമയത്തെയും പണത്തെയും വേർതിരിക്കുക. ഈ സിസ്റ്റം ഉണ്ടാക്കിയവർ സമ്പന്നരായി, എന്നാൽ ഈ സിസ്റ്റം പിന്തുടരുന്നവർ ഇന്നും ക്ഷീണിതരായി ഉറങ്ങുന്നു. ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. ഒന്നുകിൽ ഈ സ്ലോ ലൈനിൽ പതുക്കെ മരിക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാസ്റ്ററാകുക. നിങ്ങളുടെ പാത മാറ്റാൻ നിങ്ങളിപ്പോൾ തയ്യാറാണോ? അടുത്ത അധ്യായത്തിൽ ഇന്നത്തെ ലോകം സഞ്ചരിക്കുന്ന 3 പാതകളെ ഡെമാർക്കോ കാണിച്ചു തരുന്നു. എന്നാൽ അതിൽ ഒരേയൊരു വഴി മാത്രമേ നിങ്ങളെ കോടികളിലേക്ക് എത്തിക്കൂ. ചാപ്റ്റർ 2. സമ്പത്തിലേക്കുള്ള വഴികൾ. സമ്പന്നനാകാനുള്ള 3 വഴികൾ. ഈ അധ്യായം നിങ്ങൾ ഏതു വഴിയിലൂടെയാണ് നടക്കുന്നതെന്നും ആ വഴി നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും കാണിച്ചുതരുന്ന ഒരു കണ്ണാടിയാണ്. സ്വപ്നങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കോ അതോ പശ്ചാത്താപത്തിന്റെ തീയിലേക്കോ? രചയിതാവ് ഡെമാർക്കോ പറയുന്നു, സമ്പത്തിലേക്കെത്താൻ വെറും 3 വഴികൾ മാത്രമേയുള്ളൂ. 1. ദി സൈഡ് വാക്ക്. കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് കരുതുന്നവർ. സൈഡ് വാക്ക് മൈൻഡ് സെറ്റ്. സാമ്പത്തിക പ്ലാനിംഗ് ഒന്നുമില്ല, ഇന്നത്തെ സന്തോഷത്തിൽ ജീവിക്കണം. EMI അടയ്ക്കാം, പ്രശ്നമില്ല. ഐഫോൺ വേണമല്ലോ. ടിപ്പിക്കൽ വ്യക്തി. 30 വയസ്സിലും ബാങ്ക് ബാലൻസ് വെറും 3000 രൂപയായിരിക്കും. എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ തന്നെ അത് ചിലവാകുന്നു.
ജീവിതം ഒരിക്കലേ ഉള്ളൂ, അത് ജീവിച്ചു തീർക്കണമെന്ന് സൈഡ് വാക്ക് ആളുകൾ ഇടയ്ക്കിടെ പറയും. എന്നാൽ എല്ലാ മാസവും ബില്ലും വരുമെന്ന് ആരും അവരോട് പറയാറില്ല. അത് അടച്ചേ തീരൂ. ഡെമാർക്കോയുടെ സത്യം. സൈഡ് വാക്ക് ആളുകൾ കാണാൻ വളരെ കൂളായിരിക്കും. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ഫാൻസി കാറിന്റെ EMI. പക്ഷെ ഉള്ളിന്റെയുള്ളിൽ അവർ ഏറ്റവും പൊള്ളയാണ്. 2. ദി സ്ലോ ലൈൻ. സമ്പാദിക്കുക, പതുക്കെ പതുക്കെ സമ്പന്നനാകുക. സ്ലോ ലൈൻ മൈൻഡ്സെറ്റ്. ഒരു ജോലി ചെയ്യുക, പണം സേവ് ചെയ്യുക, SIP, FD, PPF എന്നിവയിൽ പണം നിക്ഷേപിക്കുക, എന്നിട്ട് 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുക. ടിപ്പിക്കൽ വ്യക്തി എല്ലാ മാസവും കുറച്ചൊക്കെ സമ്പാദിക്കുന്നു, വർഷങ്ങളോളം പ്രൊമോഷനായി കാത്തിരിക്കുന്നു, പ്ലാൻ അനുസരിച്ച് ജീവിതം നയിക്കുന്നു. ട്രൂത്ത് ബോംബ്. നിങ്ങൾ 60-ാം വയസ്സിൽ ഒരു കോടീശ്വരനായി എന്ന് കരുതുക. എന്താണ് അതിന്റെ ഉപയോഗം? നിങ്ങളുടെ നടുവൊടിഞ്ഞ്, കണ്ണുകൾ മങ്ങി, ശരീരം നിങ്ങളോട് സഹകരിക്കാത്ത സമയത്ത് സ്ലോ ലൈൻ സമ്പത്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര പതുക്കെയാണെന്നോ പണം വരുമ്പോഴേക്കും ജീവിതം തീർന്നിട്ടുണ്ടാകും. 3. ദി ഫാസ്റ്റ് ലൈൻ. നിങ്ങൾക്ക് വേണ്ടി പണത്തെ പണിയെടുപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ്. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സോ അല്ലെങ്കിൽ വളർത്താൻ കഴിയുന്ന ഒരു സിസ്റ്റമോ ഉണ്ടാക്കുക. ലക്ഷക്കണക്കിന് ആളുകളിലേക്കെത്തുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കുക. പണം സമ്പാദിക്കാൻ സമയം വിൽക്കാതിരിക്കുക. ഉദാഹരണങ്ങൾ: പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ്, ആയിരക്കണക്കിന് ആളുകൾക്ക് സേവനം നൽകുന്ന ഒരു ആപ്പ്, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും വരുമാനമുണ്ടാക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ. ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ് പറയുന്നു, ഞാൻ എല്ലാ ദിവസവും 9 മുതൽ 5 വരെ ഓടില്ല. 24 മണിക്കൂറും വിശ്രമമില്ലാതെ എനിക്ക് സമ്പത്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും ഞാൻ സൃഷ്ടിക്കും. ഈ അധ്യായത്തിന്റെ അവസാന സത്യം. സൈഡ് വാക്കും സ്ലോ ലൈനും നിങ്ങൾക്ക് തെറ്റായ സംതൃപ്തിയാണ് നൽകുന്നത്. നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിയുന്ന ഒരേയൊരു പാത ഫാസ്റ്റ് ലൈൻ മാത്രമാണ്. ഇപ്പോൾ ചോദ്യം നിങ്ങൾക്ക് സമ്പന്നനാകണോ വേണ്ടയോ എന്നതല്ല. ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് വഴിയിലാണ്? സൈഡ് വാക്ക്, സ്ലോ ലൈൻ അതോ ഫാസ്റ്റ് ലൈൻ? കാരണം നിങ്ങൾ പാത മാറ്റിയാൽ മാത്രമേ ലക്ഷ്യസ്ഥാനവും മാറുകയുള്ളൂ. ചാപ്റ്റർ 3. സമ്പത്ത് എന്നാൽ പണം മാത്രമല്ല. സമ്പന്നനാകുക എന്നാൽ പണം മാത്രം ഉണ്ടാകുക എന്നല്ല അർത്ഥം. പണം എന്നാൽ സമ്പത്താണെന്ന് ആളുകൾ ചിന്തിക്കുന്നിടത്ത് കോടികൾ സമ്പാദിക്കുന്നവനല്ല യഥാർത്ഥ സമ്പന്നൻ എന്ന് രചയിതാവ് ഡെമാർക്കോ പറയുന്നു. തന്റെ സമയത്തിന്റെ മാസ്റ്റർ ആരാണോ അവനാണ് യഥാർത്ഥ സമ്പന്നൻ. ഒരാൾ കോടീശ്വരനാണ്, എന്നാൽ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ അവന്റെ ഫോൺ അടിക്കുന്നു. അവധിക്ക് പോകുമ്പോഴും അവൻ ലാപ്ടോപ്പ് കൂടെ കൊണ്ടുപോകുന്നു. അവൻ പണം സമ്പാദിക്കുന്നുണ്ട്, എന്നാൽ അവന് സ്വാതന്ത്ര്യമുണ്ടോ? ഡെമാർക്കോയുടെ സുവർണ സത്യം. സമ്പത്ത് എന്ന് പറയുന്നത് പണത്തിന് തുല്യമല്ല. യഥാർത്ഥ സമ്പത്ത് 3 കാര്യങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. 1. സമയത്തിന്റെ സ്വാതന്ത്ര്യം. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കോടികളുണ്ട്, എന്നാൽ സമയമില്ലെങ്കിൽ ആ പണം വെച്ച് നിങ്ങൾ എന്തു ചെയ്യും? ഉദാഹരണത്തിന്, മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുകയും എന്നാൽ ദിവസവും 12 മണിക്കൂർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. അവന്റെ മകൾ ചോദിക്കുന്നു, അച്ഛാ, ഇന്ന് നമ്മൾക്ക് കളിക്കാമോ? അവൻ മറുപടി പറയുന്നു, ഇപ്പോഴില്ല മോളെ, എനിക്ക് ജോലിയുണ്ട്. ഇതൊരു സമ്പത്തല്ല, ഇതൊരു വേദനയാണ്. മറുവശത്ത് ഒരു യൂട്യൂബർ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു, എന്നാൽ അവൻ ഇതിനോടകം 5 രാജ്യങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞു. ആരാണ് യഥാർത്ഥ സമ്പന്നൻ? 2. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. നിങ്ങൾ എപ്പോൾ ഉണരണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ പുറത്തു പോകണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിച്ചാലും നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥൻ നിങ്ങളല്ല. സ്ലോ ലൈൻ മൈൻഡ്സെറ്റ് നിങ്ങളെ എപ്പോഴും പരിമിതികളിൽ തളച്ചിടുന്നു. അവധി ചോദിക്കുക, അസുഖമുള്ള അമ്മയെ കാണാൻ അനുമതി വാങ്ങുക, സ്വന്തം പാഷൻ അടക്കിവെച്ച് ഓഫീസ് നിയമങ്ങൾ പാലിക്കുക. എന്നാൽ ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ തീരുമാനങ്ങളെടുക്കും, അല്ലാതെ അനുവാദങ്ങൾ ചോദിക്കില്ല. എന്റെ ജീവിതം എന്റെ നിയമങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക. 3. സ്ഥലത്തിന്റെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് എവിടെ നിന്നും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പണം സമ്പാദിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? വെറും ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും പിന്നെ ഒരു ഐഡിയയും ഉപയോഗിച്ച്. ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ്. മലനിരകളിൽ ഇരുന്നു ജോലി ചെയ്യാം. ബീച്ചിലിരുന്നോ സൂം കോൾ ചെയ്യുമ്പോഴോ കുടുംബത്തോടൊപ്പം യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോഴോ പണം വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടാത്ത അവസ്ഥയാണ് യഥാർത്ഥ സമ്പത്ത്. പണം നിങ്ങളുടെ പിന്നാലെ ഓടണം. ഗ്രന്ഥകർത്താവ് പറയുന്നു, ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കഴിവുള്ളവനല്ല യഥാർത്ഥ സമ്പന്നൻ. ഒന്നും അധികം ആവശ്യമില്ലാത്തവനാണ് യഥാർത്ഥ സമ്പന്നൻ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സമയവും നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉള്ളപ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നുള്ളൂ. ചാപ്റ്റർ 4. നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതം. സമയമാണ് യഥാർത്ഥ സമ്പത്ത്. സുരേഷ് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്നു. രാത്രി 9 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നു. മകൻ അവനു വേണ്ടി കാത്തിരിക്കുന്നു.
അച്ഛൻ വരുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം എന്ന് വിചാരിച്ച്. എന്നാൽ എല്ലാ ദിവസവും ഒരേ ഉത്തരം, ഇന്നില്ല മോനെ, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. ഇന്ന് ആ മകന് 17 വയസ്സായി. ഇപ്പോൾ അവൻ അച്ഛനോട് സംസാരിക്കാറില്ല. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ കഴിയുമായിരുന്ന ആ സമയം അത് നിങ്ങൾ ശമ്പളത്തിനായി വിറ്റു. ഇന്ന് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അവന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നുന്നില്ല. പണം തിരികെ വരാം, എന്നാൽ ആ നിമിഷങ്ങൾ, ആ ബന്ധങ്ങൾ, ആ സായാഹ്നങ്ങൾ ഇനി ഒരിക്കലും തിരികെ വരില്ല. ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ സമയം നിങ്ങളുടേതാക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ പണത്തിന്റെ ഒരു കൂമ്പാരത്തിന് മുകളിലിരുന്ന് ഒറ്റയ്ക്ക് കരയേണ്ടി വരും. ഫാസ്റ്റ് ലൈൻ ഗെയിം ചേഞ്ചർ കോൺസെപ്റ്റ്. വരുമാനത്തെ സമയത്തിൽ നിന്നും വേർപെടുത്തുക. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കഠിനാധ്വാനത്തെയും നിങ്ങളുടെ സാന്നിധ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും സ്വതന്ത്രനാകാൻ കഴിയില്ല. നിങ്ങളുടെ വരുമാനത്തിനായി എല്ലാ ദിവസവും നിങ്ങളുടെ സാന്നിധ്യം തെളിയിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ ശമ്പളമുണ്ടായിരുന്നാലും നിങ്ങളൊരു അടിമയാണെന്ന് രചയിതാവ് പറയുന്നു. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ അവധിയിലാണെങ്കിലും 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും നിങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന എന്തെങ്കിലും സൃഷ്ടിക്കുന്ന പാതയാണ് ഫാസ്റ്റ് ലൈൻ. ജോലി ചെയ്യരുത് എന്നല്ല ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ് പറയുന്നത്, മറിച്ച് നിങ്ങളില്ലെങ്കിലും പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ചെയ്യുക എന്നാണ്. ഇന്നും നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ഓടാം, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന എന്തെങ്കിലും സൃഷ്ടിക്കാം. പണം കൊണ്ട് ആർക്കും സമ്പന്നനാകാം, എന്നാൽ സമയം കൊണ്ട് സമ്പന്നനായവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾ പണം സമ്പാദിക്കാനല്ല പോകുന്നത്. നിങ്ങളുടെ സമയം വിൽക്കാനാണ് നിങ്ങൾ പോകുന്നത്. എന്താണ് സമയം? സമയമാണ് ജീവിതം. ഫാസ്റ്റ് ലൈൻ പഠിപ്പിക്കുന്നത് നിങ്ങളില്ലാതെയും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നിർമ്മിക്കുക. ആക്റ്റീവായ നിങ്ങളുടെ അധ്വാനത്തെ ആശ്രയിക്കാത്ത ഒരു വരുമാന സ്രോതസ്സുണ്ടാക്കുക. ഉറങ്ങുമ്പോൾ പോലും വരുമാനം നൽകുന്ന ജോലികൾ ചെയ്യുക. ഉദാഹരണം, ഒരു ഡിജിറ്റൽ കോഴ്സ്. അത് ഒരിക്കലുണ്ടാക്കുക, 1000 തവണ വിൽക്കുക. ഒരു ബ്ലോഗിലേക്ക് രാത്രിയിൽ പോലും സന്ദർശകർ വരികയും ഡോളറുകൾ നേടുകയും ചെയ്യുന്നു. ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ പഴയതാണെങ്കിലും അതിൽ നിന്നും പണം വന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ കടൽത്തീരത്ത് സ്വസ്ഥമായിരിക്കുന്നു. തിരമാലകളുടെ ശബ്ദത്തിനിടയിൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, 5000 രൂപ ലഭിച്ചു. നിങ്ങളുടെ ഇബുക്ക് വിറ്റുപോയി. ഫാസ്റ്റ് ലൈനിൽ നിങ്ങളുടെ നേരിട്ടുള്ള ജോലി നിന്നാലും സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്ലോ ലൈനിൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിക്ഷേപിക്കണം. ഫാസ്റ്റ് ലൈനിൽ ജീവിതം ആസ്വദിക്കാൻ പണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ചാപ്റ്റർ 5 ഫാസ്റ്റ് ലൈൻ നിയമങ്ങൾ. കോടീശ്വരനാകാനുള്ള 5 നിയമങ്ങൾ. കഠിനാധ്വാനം കൊണ്ട് മാത്രം സമ്പത്ത് നേടാമായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഒരു ദിവസക്കൂലിക്കാരനാകുമായിരുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ തങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും പണമച്ചടിക്കുന്ന ഒരു സിസ്റ്റം സൃഷ്ടിച്ചവരാണ് സമ്പന്നർ. ഡെമാർക്കോയുടെ കോടീശ്വരന്മാർ നെസസിറ്റി എന്ന ഫോർമുല പിന്തുടരുന്നു. ഒന്നാമത്തേത് N എന്നാൽ ആവശ്യം. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. വെറുതെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഐഡിയ മറ്റൊരാളുടെ ജീവിതം എളുപ്പമാക്കുന്നില്ലെങ്കിൽ അത് വിറ്റുപോവില്ല. ചോദ്യങ്ങൾ ചോദിക്കുക. ആളുകൾ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത്? എനിക്ക് അവരുടെ സമയം, പണം അല്ലെങ്കിൽ ഊർജ്ജം ലാഭിക്കാൻ കഴിയുമോ? ഉദാഹരണം, സൊമാറ്റോ എന്തു ചെയ്തു? വിശപ്പ് എന്ന പ്രശ്നവും ഒപ്പം സമയവും ലാഭിച്ചു. അർബൻ ക്ലാപ്പ് എന്തു ചെയ്തു? സേവനങ്ങൾ വീട്ടിലെത്തിച്ചു, സൗകര്യം നൽകി. സെൽഫ് ഇംപ്രൂവ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലും ഇതേപോലൊരാവശ്യമാണ് നിറവേറ്റുന്നത്. രണ്ടാമത്തത് E എന്നാൽ പ്രവേശന കടമ്പ. ബുദ്ധിമുട്ടുള്ള പാത തിരഞ്ഞെടുക്കുക. പ്രവേശനം എളുപ്പമാകുമ്പോൾ തന്നെ മത്സരം 1000 മടങ്ങ് വർദ്ധിക്കുന്നു. എളുപ്പമുള്ള വഴിയിൽ എപ്പോഴും തിരക്ക് കൂടുതലായിരിക്കും, എന്നാൽ ബുദ്ധിമുട്ടുള്ള വഴിയിൽ തിരക്ക് കുറവായിരിക്കും. ഉദാഹരണം, റീൽസ് ഉണ്ടാക്കുക എന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ്. എൻട്രി എളുപ്പമാണ്, അതിനാൽ റിവാർഡ് കുറവാണ്. മൂന്നാമത്തത് C എന്നാൽ നിയന്ത്രണം. നിയന്ത്രണം നിങ്ങളുടെ കൈകളിലായിരിക്കണം. മറ്റാർക്കെങ്കിലുമാണ് നിയന്ത്രണമെങ്കിൽ ആ കളിയും അവരുടേതായിരിക്കും. ഉദാഹരണം, നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റും ആമസോൺ സെല്ലർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്വന്തം വെബ്സൈറ്റിൽ നിയന്ത്രണം നിങ്ങളുടേതാണ്, എന്നാൽ ആമസോണിനെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടാൻ സാധിക്കും. നാലാമത്തത് S എന്നാൽ സ്കെയിൽ. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഉണ്ടാക്കുക. ഒരേ സമയം ദശലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിർമ്മിക്കുക. ഉദാഹരണം, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നു. അത് ഒരു തവണ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, എന്നാൽ 10 ലക്ഷം ആളുകൾക്ക് അത് കാണാൻ സാധിക്കും. ഒരു ഡിജിറ്റൽ കോഴ്സ് ഒരിക്കൽ ഉണ്ടാക്കി 1000കണക്കിന് തവണ വിൽക്കുക. ഓട്ടോ പൈലറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. സ്ലോ ലൈൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ സമയം നൽകുന്തോറും നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും എന്നാണ്. എന്നാൽ ഫാസ്റ്റ് ലൈൻ പറയുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നാണ്. ഉദാഹരണം, ഒരു യൂട്യൂബ് ചാനൽ മികച്ചതും എവർഗ്രീൻ ആണെങ്കിൽ 2 വർഷത്തിനു ശേഷവും ഒരു പഴയ വീഡിയോയ്ക്ക് പണം സമ്പാദിക്കാൻ കഴിയും. ഫാസ്റ്റ് ലൈനിലേക്കുള്ള വഴി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാൽ അത് നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണ്. നിങ്ങൾ ഈ നിയമങ്ങൾ പിന്തുടരുകയാണെങ്കിൽ പണത്തിനു വേണ്ടി നിങ്ങൾ ജോലി ചെയ്യാത്ത ഒരു ദിവസം വരും.
പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും. ഒരു കോടീശ്വരനാകാൻ നിങ്ങൾക്ക് ഭാഗ്യം ആവശ്യമില്ല. ദശലക്ഷക്കണക്കിന് മണിക്കൂറുകൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടതുമില്ല. നിങ്ങൾക്ക് ഒരേയൊരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ: നിങ്ങളെ ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ഒരു സിസ്റ്റം. കാരണം എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സിസ്റ്റം ഉള്ളവർ മാത്രമേ ഫാസ്റ്റ് ലൈനിൽ പറക്കുന്നുള്ളൂ. ചാപ്റ്റർ 6: മില്യണയർ സമവാക്യം. കോടീശ്വരനാകുന്നതിന്റെ യഥാർത്ഥ കണക്ക്. കോടീശ്വരനാകാൻ 40 വർഷം സമ്പാദിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സഹോദരാ, നിങ്ങൾ പണത്തിന്റെ കണക്കല്ല, മറിച്ച് പുതിയൊരു കണക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പണം സമ്പാദിക്കുന്നത് സമയം കൊണ്ടല്ല, മറിച്ച് ഒരു സിസ്റ്റം കൊണ്ടാണെന്ന് ഈ പുസ്തകം പറയുന്നു. സ്ലോ ലൈൻ ഫോർമുല: നിങ്ങൾ എത്രത്തോളം കൂടുതൽ ജോലി ചെയ്യുന്നുവോ അത്രത്തോളം കൂടുതൽ സമ്പാദിക്കും. എന്നാൽ ഒരു ദിവസത്തിൽ വെറും 24 മണിക്കൂർ മാത്രമേയുള്ളൂ. മനുഷ്യന്റെ കഴിവിനും ഒരു പരിധിയുണ്ട്. അതിനാൽ ഈ ഫോർമുല നമ്മെ ഒരു പരിധിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇതൊരു വലിയ മുന്നേറ്റം നൽകുന്നില്ല. ഡെമാർക്കോയുടെ ഫാസ്റ്റ് ലൈൻ കണക്ക് നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ എത്ര പണം ലാഭിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ 1 കോടി രൂപ സമ്പാദിക്കുകയും എന്നാൽ 90 ലക്ഷം രൂപ ചെലവുകൾക്കും ശമ്പളത്തിനുമായി പോകുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പുറമേ കാണാൻ മാത്രമേ സമ്പന്നനായുള്ളൂ. ഒരാൾ രാത്രി 2 മണിക്ക് ഉറങ്ങുകയാണ്. ഭാര്യ അവന്റെ അടുത്തായി ഉറങ്ങുന്നു. 3000 രൂപയുടെ ഒരു കോഴ്സ് വിറ്റുപോയെന്ന നോട്ടിഫിക്കേഷൻ ഫോണിൽ വരുന്നു. ഇതാണ് ഫാസ്റ്റ് ലൈൻ്റെ കണക്ക്. നിങ്ങൾ ഇല്ലാത്തപ്പോൾ പോലും പണം വരുന്നു. നിങ്ങളുണ്ടാക്കിയ കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു ഡിജിറ്റൽ സൈന്യം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പോലെ. സിസ്റ്റം നിർമ്മിക്കുന്നവൻ സമ്പന്നനാകുന്നു. സിസ്റ്റത്തിൽ കുടുങ്ങിക്കിടക്കുന്നവൻ ജീവിതകാലം മുഴുവൻ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ചാപ്റ്റർ 7: ഉപഭോക്തൃ മനോഭാവത്തിൽ നിന്ന് പുറത്തുകടക്കുക. ഉപഭോക്തൃ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കുക. നിങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങുന്ന തിരക്കിലാണെങ്കിൽ നിങ്ങൾക്കത് വിറ്റ് മറ്റാരോ സമ്പന്നനാകുകയാണ്. നിങ്ങൾ വെറും അവരുടെ സ്വപ്നങ്ങളുടെ EMI അടയ്ക്കുന്നവൻ മാത്രമായി മാറുന്നു. ഡെമാർക്കോ ഇവിടെ കൈപേറിയതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു സത്യം നമ്മോട് പറയുന്നു. ലോകത്തിൽ 2 തരം ആളുകളുണ്ട്. 1. ചിലവാക്കുന്നവർ. ഉപഭോക്തൃ മനോഭാവമുള്ള ആളുകൾ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കും, എങ്കിലും ഒരിക്കലും അവർ ഫിനിഷിംഗ് ലൈൻ കാണില്ല. 2. സമ്പാദിക്കുന്നവർ. നിങ്ങൾ ദിവസം മുഴുവൻ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കാണ് ഫണ്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾക്കല്ല. ഡെമാർക്കോയുടെ ട്രൂത്ത് ബോംബ്: ഫാസ്റ്റ് ലൈനിന്റെ ഏറ്റവും വലിയ ശത്രു ഉപഭോക്തൃ മനോഭാവമാണ്. സ്ലോ ലൈൻ പറയുന്നത് ചെലവാക്കുക, ഷോ ഓഫ് ചെയ്യുക, സ്റ്റാറ്റസ് ഉണ്ടാക്കുക എന്നാണ്. ഫാസ്റ്റ് ലൈൻ പറയുന്നത് ഉണ്ടാക്കുക, വിൽക്കുക, ഒരു സിസ്റ്റം സൃഷ്ടിക്കുക എന്നാണ്. ഉപഭോഗം ചെയ്യാനല്ല, മറിച്ച് സൃഷ്ടിക്കാനാണ് ഫാസ്റ്റ് ലൈൻ ചിന്താഗതി പഠിപ്പിക്കുന്നത്. ആളുകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുക. ഷോപ്പിംഗിൽ നിന്നല്ല, നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നും, സ്കില്ലിൽ നിന്നും, സിസ്റ്റത്തിൽ നിന്നും പണം വരണം. നിങ്ങൾ 1000 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങുമ്പോഴെല്ലാം മറ്റൊരാൾ ആ 1000 രൂപ അവന്റെ ബിസിനസ്സിൽ വീണ്ടും നിക്ഷേപിക്കുന്നു. ഒരേയൊരു വ്യത്യാസം: നിങ്ങൾ പണം ചിലവാക്കുന്നു, അവൻ പണം സമ്പാദിക്കുന്നു. ഒരു പ്രൊഡ്യൂസർ ആകുക. കാരണം ലോകത്തിന് എന്തെങ്കിലും നൽകുന്നവനാണ് യഥാർത്ഥ സമ്പത്ത് നേടുന്നത്. അവൻ വെറുതെ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. ചാപ്റ്റർ 8: ബിസിനസ് സിസ്റ്റം. പണത്തിന് പിന്നാലെ ഓടരുത്. നിങ്ങൾക്ക് തനിയെ പണം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ പണം വരൂ. എന്നാൽ നിങ്ങളില്ലാതെയും സിസ്റ്റം പണം സമ്പാദിക്കുന്നു. രാത്രിയിലും അവധി ദിവസങ്ങളിലും ഉറങ്ങുമ്പോൾ പോലും. ഇതാണ് ഫാസ്റ്റ് ലൈനിന്റെ യഥാർത്ഥ എഞ്ചിൻ എന്ന് പറയുന്ന പ്രധാന സന്ദേശം. കഠിനാധ്വാനത്തിൽ നിന്നല്ല സിസ്റ്റം ഇൻകം വരുന്നത്. സിസ്റ്റത്തിൽ നിന്നാണ് ഇൻകം വരുന്നത്. നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വരുമാനവും നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ലൈനിലല്ല. നിങ്ങൾ ജോലിയുടെ മൈൻഡ്സെറ്റിലാണ്. ഡെമാർക്കോയുടെ യഥാർത്ഥ ജീവിത ഉദാഹരണം. ഡെമാർക്കോ ലളിതമായ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. limos.com. ലിമോസിൻ ഡയറക്ടറി വെബ്സൈറ്റ്. ജോലിക്കാരില്ല, ഇൻവെന്ററി ഇല്ല, വലിയ നിക്ഷേപമില്ല, ശരിയായ ഒരു സിസ്റ്റം മാത്രം. ലിമോസിൻ കമ്പനികൾ അവരുടെ ലിസ്റ്റിംഗുകൾ ഈ വെബ്സൈറ്റിൽ ഇടുകയും ഓരോ ലിസ്റ്റിംഗിനും അല്ലെങ്കിൽ ബുക്കിംഗിനും ഡെമാർക്കോയ്ക്ക് പണം ലഭിക്കുകയും ചെയ്തു. അവൻ ഉറങ്ങുമ്പോഴും ആ വെബ്സൈറ്റ് പണം സമ്പാദിച്ചിരുന്നു. അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകം ചുറ്റുമ്പോഴും അത് വരുമാനം നൽകി. ഇതാണ് ഒരു സിസ്റ്റത്തിന്റെ വരുമാനം. ഫാസ്റ്റ് ലൈൻ സിസ്റ്റങ്ങളുടെ 3 സുവർണപാതകൾ. 1. പ്രൊഡക്റ്റ് ബേസ്ഡ് സിസ്റ്റം. ഒരു പ്രൊഡക്റ്റ് ഒരിക്കൽ ഉണ്ടാക്കുക, അത് വീണ്ടും വീണ്ടും വിൽക്കുക. ബുക്കുകൾ, ഡിജിറ്റൽ കോഴ്സുകൾ, മൊബൈൽ ആക്സസറികൾ, പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങൾ. 2. മീഡിയ ബേസ്ഡ് സിസ്റ്റം. ഒരിക്കൽ സൃഷ്ടിക്കപ്പെടുകയും എന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്യുന്ന കണ്ടന്റ്. യൂട്യൂബ് ചാനൽ, പോഡ്കാസ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാം റീലുകൾ, മോണിറ്റൈസ് ചെയ്ത ബ്ലോഗുകൾ. 3. കോഡ് ബേസ്ഡ് സിസ്റ്റം. മനുഷ്യശേഷി വർദ്ധിപ്പിക്കാതെ തന്നെ സ്കെയിൽ ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യാധിഷ്ഠിത ബിസിനസ്സുകൾ. ആപ്പുകൾ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, വെബ് ടൂളുകൾ, AI ഉൽപ്പന്നങ്ങൾ. ജോലി ചെയ്യുന്നത് നല്ല കാര്യമാണ്, എന്നാൽ നിങ്ങളില്ലാതെയും നിങ്ങളുടെ ജോലി നടക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്ലോ ലൈനിൽ നിങ്ങളൊരു കഠിനാധ്വാനിയാണ്.
ഫാസ്റ്റ് ലൈനിൽ നിങ്ങളൊരു സിസ്റ്റം ആർക്കിടെക്റ്റാണ്. സിസ്റ്റം നിർമ്മിക്കുന്നവന് വേണ്ടി ലോകം പ്രവർത്തിക്കുന്നു. എന്നാൽ സിസ്റ്റത്തിൽ കുടുങ്ങിക്കിടക്കുന്നവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു ജോലിയിൽ നിന്ന് തുടങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അവിടെ നിൽക്കരുത്. നിങ്ങളില്ലാതെയും വരുമാനം നേടുന്ന എന്ത് കാര്യമാണ് ഞാൻ നിർമ്മിക്കുന്നതെന്ന് എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒരു സിസ്റ്റം നിർമ്മിക്കുക എന്നതാണ് ഫാസ്റ്റ് ലൈനിന്റെ അമൂല്യമായ നിയമം. നിങ്ങളെക്കാൾ വലിയ എന്തെങ്കിലും, നിങ്ങളില്ലാതെയും പ്രവർത്തിക്കുന്ന എന്തെങ്കിലും, നിങ്ങൾക്ക് പകരമായി ജോലി ചെയ്യുന്ന എന്തെങ്കിലും നിർമ്മിക്കുക. അതുവഴി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒരു സിസ്റ്റം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നും എന്ന് ചിന്തിച്ചു നോക്കൂ. തീരുമാനം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. ജോലി ചെയ്യുന്നത് തുടരുക, അല്ലെങ്കിൽ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കുക. ചാപ്റ്റർ 9. വേഗത്തിൽ പരാജയപ്പെടുക, വേഗത്തിൽ പഠിക്കുക. കോടീശ്വരന്മാർ ഉണ്ടാകുന്നത് പരീക്ഷണങ്ങളിലൂടെയാണ്, അല്ലാതെ ഭയം കൊണ്ടല്ല. നിങ്ങൾക്ക് പരാജയത്തെ ഭയമാണെങ്കിൽ കോടീശ്വരനാകാനുള്ള പാത നിങ്ങൾക്കൊരിക്കലും കടക്കാൻ കഴിയില്ല. കാരണം യഥാർത്ഥ സമ്പത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഭയത്തിന് പിന്നിലാണ്. പരാജയപ്പെട്ടതിനു ശേഷവും നിർത്തിപ്പോകാതെ പഠിക്കുന്നവർക്ക് മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. പ്രധാന ആശയം: പരാജയപ്പെടുക, പഠിക്കുക, എന്നിട്ട് അടുത്ത നീക്കം നടത്തുക എന്നാണ് ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ് പറയുന്നത്. ഈ ഗെയിം വിജയിക്കുന്നതിനെക്കുറിച്ചല്ല, തെറ്റുകൾ വേഗത്തിൽ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ ഗെയിം. വിജയം എന്നത് നേരെയുള്ള ഒരു ഹൈവേ അല്ല, അതൊരു സിക്സാഗ് റോളർ കോസ്റ്ററാണെന്ന് എം.ജെ. ഡെമാർക്കോ തന്നെ പറയുന്നു. ഒരു യഥാർത്ഥ ജീവിതകഥ. നിഖിൽ വേഴ്സസ് ജയ്. നിഖിലിന് ഒരു സൈഡ് ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. എന്നാൽ പരാജയപ്പെട്ടാലോ എന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ ഒരു വർഷം മുഴുവൻ റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. റിസൾട്ട്: ഇപ്പോഴും അതേ ജോലി, അതേ ഭയം. മറുവശത്ത് ജയ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അത് പരാജയപ്പെട്ടു. രണ്ടാമത്തെ ഐഡിയയും പരാജയപ്പെട്ടു. എന്നാൽ മൂന്നാമത്തെ ഐഡിയ ബൂം വൈറലായി. ഇന്ന് പാസീവ് ഇൻകം ഒപ്പം സ്വയം നേടിയെടുത്ത സ്വാതന്ത്ര്യവും. ഭയം അവനെ കെട്ടിയിട്ടതുകൊണ്ട് നിഖിൽ ഒരടി പോലും മുന്നോട്ട് വെച്ചില്ല. ജയ് പരാജയപ്പെട്ടു, വീണു, പക്ഷേ ഓരോ തവണയും അവൻ എഴുന്നേറ്റു. ഇന്ന് അവന്റെ സിസ്റ്റം പറക്കുകയാണ്. ഡെമാർക്കോയുടെ ഫോർമുല: വേഗത്തിൽ പരാജയപ്പെടുക, വേഗത്തിൽ പഠിക്കുക. എത്ര വേഗത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ പഠിക്കും. എത്ര വേഗത്തിൽ നിങ്ങൾ പഠിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ സിസ്റ്റം ഉണ്ടാക്കും. ഫാസ്റ്റ് ലൈനിലെ സമ്പന്നർ പെർഫെക്ഷനു വേണ്ടി കാത്തിരുന്ന് സമയം കളയാറില്ല. അവർ അത് ചെയ്യുന്നു. അവർ പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പരാജയം നിങ്ങളുടെ ശത്രുവല്ല. പരാജയം നിങ്ങളുടെ GPS ആണ്. അത് ഓരോ തെറ്റായ തിരിവിനു ശേഷവും നിങ്ങളെ ശരിയായ പാതയിലേക്ക് തിരിച്ചുവിടുന്നു. ശ്രമിക്കാത്തവർ ഒരിക്കലും തോൽക്കില്ല, പക്ഷേ അവർ ഒരിക്കലും ജയിക്കുകയുമില്ല. ഈ ലോകത്തിൽ രണ്ടു തരം ആളുകളുണ്ട്: സ്വപ്നം കാണുന്നവരും തങ്ങളുടെ സ്വപ്നങ്ങളെ പരീക്ഷിക്കുന്നവരും. പരീക്ഷിക്കുന്നവർ വീഴുന്നു, തോൽക്കുന്നു, കരയുന്നു. എന്നാൽ ഓരോ തവണയും അവർ പുതിയതെന്തെങ്കിലും പഠിക്കുകയും അവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. ഒരു തെറ്റ് ചെയ്യുന്നത് പാപമല്ല, എന്നാൽ ഭയം കാരണം ശ്രമിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ ഇന്ന് തന്നെ ആദ്യ ചുവടുവെക്കുക. ലോഞ്ച് ചെയ്യുക, ശ്രമിക്കുക, വീഴുക, പക്ഷെ നിർത്തരുത്. കാരണം കോടീശ്വരനാകാനുള്ള പാതയുണ്ടാകുന്നത് ഭയം കൊണ്ടല്ല, അത് പ്രവൃത്തികൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഡെമാർക്കോയുടെ ഇമോഷണൽ ഡയലോഗ്: പരാജയം നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങളുടെ യഥാർത്ഥ മുഖം ഒളിഞ്ഞിരിക്കുന്ന കണ്ണാടിയാണ് പരാജയം. ആ മുഖം തിരിച്ചറിയുമ്പോൾ മാത്രമേ കോടികൾ സമ്പാദിക്കാൻ കഴിവുള്ള വ്യക്തിയായി നിങ്ങൾ മാറുകയുള്ളൂ. വിജയത്തിന്റെ കോണിപ്പടി പൂർണ്ണമായും മിനുസമുള്ളതല്ല. ഓരോ പടിയും ഇളകുന്നതാണ്. അടുത്ത ഓരോ ചുവടും ഇരുട്ടിലാണ്. എന്നാൽ പരാജയത്തിനു ശേഷവും മുന്നോട്ടു പോകുന്നവരുടെ കണ്ണുകൾ മാത്രമേ വെളിച്ചം കാണുകയുള്ളൂ. ചാപ്റ്റർ 10. സമ്പന്നനായി മരിക്കാൻ മാത്രമല്ല, സമ്പന്നനായി ജീവിക്കാനും പഠിക്കുക. മരിക്കുമ്പോൾ മാത്രം സമ്പന്നനാകരുത്. ജീവിതം ആസ്വദിക്കുമ്പോൾ തന്നെ സമ്പന്നനാകുക. ഇതൊരു പുസ്തകം മാത്രമല്ല, ഇതൊരു കണ്ണാടിയാണ്. ഇന്ന് നിങ്ങൾ ഇതിലേക്ക് നോക്കിയാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ മറ്റൊരാളുടെ സിസ്റ്റത്തിലായിരിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ രാജപാതയിലൂടെ നിങ്ങൾ നടക്കും. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് നിങ്ങൾ വെറും ബില്ലുകൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വെറുതെ ജീവനോടെ ഇരിക്കുന്നു എന്ന് മാത്രം. ബാങ്ക് ബാലൻസ് ബാക്കിവെച്ച് മരിക്കുന്നവനല്ല യഥാർത്ഥ സമ്പന്നൻ. എല്ലാ ദിവസവും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. സ്ലോ ലൈൻ മൈൻഡ്സെറ്റ് അർത്ഥമാക്കുന്നത് വൈകിയുള്ള പശ്ചാത്താപം എന്നാണ്. ജീവിതം കടന്നുപോകുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ ഓഫീസ്, വീട്, പിന്നെ TV, പിന്നെ ഉറക്കം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം അവസാനിക്കുന്നു. ഒരൊറ്റ പശ്ചാത്താപം മാത്രം ബാക്കിയാകുന്നു: എനിക്കുവേണ്ടി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ. ഫാസ്റ്റ് ലൈൻ മൈൻഡ്സെറ്റ് അർത്ഥമാക്കുന്നത് എന്താണ്? പണം കൊണ്ടു മാത്രമല്ല, സമയം കൊണ്ടും ആശയങ്ങൾ കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടുമുള്ള നേട്ടങ്ങൾ. ഫാസ്റ്റ് ലൈൻ എന്നാൽ ഒരു ഫെറാറി കാർ മാത്രമല്ല. അനുവാദം ചോദിക്കാതെ കുട്ടികളോടൊപ്പം ഉച്ചഭക്ഷണത്തിന് പോകുക, ലോണില്ലാതെ അമ്മയ്ക്കൊരു വീട് വാങ്ങുക. ബോസ് പറയുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്.
ഒരു യഥാർത്ഥ ജീവിതകഥ. രാഹുൽ വേഴ്സസ് കബീർ. രാഹുൽ സ്ലോ ലൈൻ 9 മുതൽ 6 വരെയുള്ള ജോലി. 80,000 രൂപ ശമ്പളം. 30 വയസ്സ്. EMI ബില്ലുകൾ. വിവാഹ ടെൻഷൻ. സമയമില്ല, മനസമാധാനമില്ല. വെറും അതിജീവനം മാത്രം. കബീർ ഫാസ്റ്റ് ലൈൻ. 3 വർഷം മുൻപ് ഒരു സൈഡ് ബിസിനസ് ആരംഭിച്ചു. ചെറിയ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ഇന്ന് സിസ്റ്റം സെറ്റാണ്. യൂട്യൂബ് പ്ലസ് കോഴ്സ് പ്ലസ് ആപ്പ്. പണവുമുണ്ട്, ഒപ്പം സമയവുമുണ്ട്. രാഹുൽ സമ്പന്നനാകുമ്പോഴേക്കും അവന് പ്രായമാകും. എന്നാൽ കബീർ ചെറുപ്പത്തിൽ തന്നെ സ്വതന്ത്രനാണ്. MJ ഡെമാർക്കോയിൽ നിന്നുള്ള അവസാന സന്ദേശം. വലിയ വീട്, വലിയ കാർ, ഇതൊക്കെ നല്ലത് തന്നെ. എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പമായിരിക്കാൻ, ഈ ലോകത്തിന് എന്തെങ്കിലും തിരികെ നൽകാൻ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴാണ് യഥാർത്ഥ സമ്പത്ത് ഉണ്ടാകുന്നത്. സമ്പന്നനാകുക ബാങ്കിൽ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും സമയത്തിലും. കാരണം നിങ്ങളെ ജീവിപ്പിക്കാൻ സഹായിക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത്, അല്ലാതെ വെറുതെ ജീവനോടെ നിലനിർത്തുന്നതല്ല. ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ളതാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇനി നിർത്തരുത്. സ്ലോ ലൈൻ ഉപേക്ഷിക്കുക. ഫാസ്റ്റ് ലൈനിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കുക. നിങ്ങളെ സമ്പന്നനാക്കുക മാത്രമല്ല, ജീവിക്കാനുള്ള അവസരം കൂടി നൽകുന്ന ഒരു സിസ്റ്റം നിർമ്മിക്കുക. ഫാസ്റ്റ് ലൈനിൽ ആളുകൾ അവരുടെ സ്വന്തം നിബന്ധനകളിലും അവരുടെ സ്വന്തം സമയത്തിലും അവരുടെ സ്വന്തം യാഥാർത്ഥ്യത്തിലുമാണ് ജീവിക്കുന്നത്. സമ്പന്നൻ വേഴ്സസ് യഥാർത്ഥ സമ്പന്നൻ. സ്ലോ ലൈൻ. 65-ാം വയസ്സിൽ കുറച്ച് പണം, പക്ഷേ തളർന്ന ശരീരം. കണ്ണുകളിൽ നിറവേറാത്ത സ്വപ്നങ്ങളുടെ നിഴലുകൾ. ഫാസ്റ്റ് ലൈൻ. 35-ാം വയസ്സിൽ സമയസ്വാതന്ത്ര്യം. ആഴ്ചയിൽ 3 ദിവസം ജോലി. മാതാപിതാക്കൾക്കൊപ്പം രാവിലത്തെ ചായ. കുട്ടികളോടൊപ്പം കളിക്കുക. തോന്നുന്നതെന്തും ചെയ്യുക. ഫാസ്റ്റ് ലൈനിൽ പണമുണ്ട്, പക്ഷേ അടിമത്തമില്ല. ഫാസ്റ്റ് ലൈനിൽ കഠിനാധ്വാനമുണ്ട്, പക്ഷേ നിർബന്ധങ്ങളില്ല. ഫാസ്റ്റ് ലൈനിൽ വിജയമുണ്ട്, പക്ഷേ വിട്ടുവീഴ്ചകളില്ല. നിങ്ങളെ വെറുമൊരു കോടീശ്വരനാക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളെ സ്വതന്ത്രനാക്കുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. അങ്ങനെ രാവിലെ ഉണരുമ്പോൾ അലാറത്തിനു പകരം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ഉണർത്തണം. ജോലി ചെയ്യുമ്പോൾ ശമ്പളത്തിനു വേണ്ടിയല്ല, ലക്ഷ്യത്തിനു വേണ്ടി ചെയ്യുക. മരിക്കാനുള്ള സമയമാകുമ്പോൾ പശ്ചാത്തപിക്കരുത്. മുഖത്തൊരു പുഞ്ചിരി മാത്രമുണ്ടാകണം. അതെ, ഞാൻ ശരിക്കും ജീവിച്ചു. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തീ അണയാൻ അനുവദിക്കരുത്. സ്ലോ ലൈനിൽ നിന്ന് പുറത്തുകടന്ന് ഫാസ്റ്റ് ലൈനിന്റെ ആദ്യത്തെ ഇഷ്ടിക പാകുക. പണത്തിന് പിന്നാലെ ഓടരുത്. ഓടേണ്ട ആവശ്യം വരാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കുക. സമ്പന്നനായി മരിക്കാൻ മാത്രമല്ല, സമ്പന്നനായി ജീവിക്കാൻ പഠിക്കുക. കാരണം അവസാനം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഡംബരം സ്വാതന്ത്ര്യമാണ്. ഒരു ജോലിയിൽ നിന്ന് സിസ്റ്റത്തിലേക്കും, സിസ്റ്റത്തിൽ നിന്ന് സ്വന്തമായി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിലേക്കും. ഇതാണ് ദ മില്യണയർ ഫാസ്റ്റ് ലൈൻ. നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം അടുത്ത വീഡിയോ വെറുമൊരു കണ്ടന്റ് അല്ല, അത് നിങ്ങളുടെ പുതിയ കഥയുടെ ആദ്യ അധ്യായമായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതി മാറ്റിയെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ വീഡിയോ നിങ്ങളുടെ സമ്പത്തിനെ മാറ്റും. ഇപ്പോൾ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക.